ഇവരുടെ അടിസ്ഥാനം തന്നെ സമസ്തക്കാരാകട്ടെ, ഷിയാക്കളാകട്ടെ, ത്വരീക്കത്തിൻ്റെ ആളുകളാകട്ടെ, ഇങ്ങനെ സൂഫികളാകട്ടെ, ഇവർ നിലനിൽക്കുന്നത് തന്നെ ഈ കള്ളക്കഥകളിലും കള്ളക്കറാമത്തുകളിലാണ്. ഇവരിങ്ങനെയാണ് പോന്നിട്ടുള്ളത്. പിന്നെ അപ്പുറത്തൊരു ത്വരീക്കത്താരൻ കുറച്ചും കൂടി ഡോസ് കൂടിയ തള്ളയിട്ട് വരുമ്പോൾ ആളുകൾ അങ്ങോട്ട് പായാണ്. അപ്പോൾ ഇവിടെ വരുമാനം കുറയാണ്, ഇവിടെ സംഘടനയിൽ ആൾ കുറയാണ്. അപ്പോൾ പിന്നെ ഓൻ്റെ കള്ളക്കഥ, ഓൻ്റെ ഡോസ് കൂടിയത് ശരിയല്ല, ഇവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് ഇവിടത്തൊക്കെ ക്ലിയർ ആണെന്നാണ് ഇപ്പോൾ ഈ പറയുന്നത്. അതാണ് ഈ തമ്മിൽ ഉള്ള ഈ അസൂയയും അതേപോലെ തന്നെ സാമ്പത്തികം കുറേ അങ്ങോട്ട് പോകുന്നതും അണികൾ കുറയുന്നതും നമ്മുടെ ജാറത്തെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് ആളില്ലാത്തതും ഉണ്ടാകുമ്പോഴാണ് ഈ സംസാരം. അല്ലാതെ ദീന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഇവിടെ ഫൈസൽ മൗലവി ഒരുപാട് ഓല കള്ളക്കറാമത്തുകളും അതേപോലെ തന്നെ ഓല മാലകളിലും മൗലൂദുകളും പറഞ്ഞ സംഗതി പറഞ്ഞു. ഇവിടെ ഞാൻ അതിൻ്റെ അപ്പുറത്ത് ഇവിടെ കേരളത്തിൽ പറഞ്ഞ എന്തെല്ലാം സംഗതികൾ. കാന്തപുരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. കുണ്ടൂർ ഉസ്താദ് റസൂലുള്ളാഹിൻ്റെ ജാറം സന്ദർശിക്കുകയും, ജാറെന്നാണ് അവർ പറയുന്നത്, റസൂലുള്ളാഹിൻ്റെ ജാറം സന്ദർശിക്കുന്നു, അവിടെ ഭയങ്കര തിരക്കാണ്, റസൂലുള്ളാഹിനോട് ഇങ്ങോട്ട് വരൂല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി അല്ല കൊണ്ടൂർ, ഞങ്ങൾ ഇങ്ങോട്ട് വരിയെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ കാന്തപുരം ഉണ്ട്, അതിവിടെ പറയണതാണ് സംഗതി. നിങ്ങൾ ആലോചിച്ച് നോക്കണം ആരെക്കുറിച്ചായി പറയുന്നത്. കാന്തപുരം അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യൂല. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജർമ്മനിക്ക് ഓപ്പറേഷൻ നടത്താൻ വേണ്ടി വന്നു. ഇങ്ങനെ എന്തെല്ലാമാണ് ഇതിന്റെ താഴേക്ക് പറയുകയാണെങ്കിൽ പെർമിഷൻ കൊടുത്തിട്ടാണ് സ്റ്റേജിലേക്ക് റസൂൽ വന്നതാണ്. പിന്നെ എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം? അപ്പോൾ ഇതൊക്കെ ഇവന്മാരുടെ ഈ മുസ്ലിങ്ങളുടെ ആൾക്കാരാണ് പറയുന്നത്. ആണിനെ പെണ്ണാക്കുന്നു, പെണ്ണിനെ മരിച്ചവരെ ജീവിപ്പിക്കുന്നു, അതേപോലെ തന്നെ ഇക്കാമല്ലാതെ ജീവിക്കുന്നു, അതേപോലെ തന്നെ വണ്ടി ഇറക്കി കൊണ്ടുപോകുന്നു. പിന്നെ എന്നിട്ട് ഈ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് ഇടങ്ങാറാവും ചെയ്യുന്നുണ്ട്. അതാണ് അതിൽ ഏറ്റവും വലിയ കാന്തപുരം ഭയങ്കര അതിൻ്റെ ഇടപെടൽ നടത്തിയെന്നൊക്കെ പറയുന്നത്. ഇതിനൊന്നും ആവശ്യമില്ലല്ലോ, സിയമ്മയുടെ വിവരണ കാന്തപുരത്തിനാണ് പോയാൽ മതിയല്ലോ, എന്നിട്ട് പറഞ്ഞ് സംസാരിച്ച് കൊടുന്നാൽ മതി. അപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊക്കെയാണ് ഇവരുടെ സമസ്ത മതത്തിൻ്റെ ബേസ്. ഇതില്ലെങ്കിൽ ഇല്ല, സമസ്ത മതമില്ല.